ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11-ന് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാണ് പിണറായി പത്രിക നൽകുക. പത്തനാപുരത്തെ ഗാന്ധി ഭവൻ അധികൃതരാണ് മുഖ്യമന്ത്രിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുമേഷ് മുറാഴ ചേരുന്നവരുമായി. സുമേഷ്, എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുക? പ്രധാനപ്പെട്ട നേതാക്കളൊപ്പം ഉണ്ടാവുക? ഇത്തവണയും തുടർ ഭരണം ലക്ഷ്യമിട്ട് ഇടതുമുന്നണിയെ നയിക്കുന്ന പിണറായി വിജയൻ ഇത്തവണയും മത്സര രംഗത്താണ്. ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. ഇത് 3-ാം തവണയാണ് പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ഇന്ന് 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. LDF നേതാക്കൾക്കൊപ്പം അതുപോലെ തന്നെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരോടൊപ്പം ആയിട്ടായിരിക്കും പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം എത്രയാണോ അതിൽ നിന്ന് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായ സംഘടനാ പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ ഇതുവരെയും നടന്നു വരുന്നത്. മിനിഞ്ഞാന്നും അതുപോലെ തന്നെ ഇന്നലെയും നടന്ന മണ്ഡല കൺവെൻഷനിലും 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനം ഇതിനകം തന്നെ മണ്ഡലത്തിൽ നടന്നു വരികയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കാനുള്ള കാശ് നൽകുന്നത് ഈ പത്തനാപുരം ഗാന്ധി ഭവന്റെ അന്തേവാസികളാണ്. അവർ ഇന്നലെ നടന്ന ഈ മണ്ഡലം കൺവെൻഷനിൽ വെച്ച് അതിന് ഭാരവാഹികൾ ഈ കൺവെൻഷനിൽ വെച്ച് തന്നെ പൈസ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എൽദോ. ശരി സുമേഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.